എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി വരുന്നു എന്ന ചോദ്യമാണ് രഞ്ജിത്ത് മറുപടി പറയുന്നത്. ഈ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ ഇപ്പോഴൊരു പുതിയ വിഷയം കൂടി കടന്നു വരുന്നല്ലോ. അത് അവിടുത്തെ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. പുൽവാമ ഭീകരാക്രമണ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നത് നരേന്ദ്രമോദിക്ക് അത് കേരളത്തിലെ വോട്ട് സ്വാധീനത്തിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ തന്നെ വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു ആയുധം കൂടിയാണ്. സ്വാഭാവികമായും ഇന്നത്തെ വേദിയിൽ അത്തരം ചില മറുപടി കൂടി നമുക്ക് പ്രതീക്ഷിക്കാമോ? ശ്രീജിത്ത് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു സ്റ്റേഡിയത്തിനുള്ളിലാണ്. എന്താണ് അവിടുത്തെ സാഹചര്യവും ഒപ്പം ഇതിൻ്റെ രാഷ്ട്രീയവും? തീർച്ചയായും വലിയ തിരക്ക് തന്നെ, ജനത്തിരക്ക് തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം. സജിത്ത്, പരിപാടി ഇനിയും 1 മണിക്ക് ശേഷമേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഇതിനകം തന്നെ ഈ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ ജനങ്ങളുടെ വലിയൊരു ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസും കനത്ത സുരക്ഷാ സംവിധാനങ്ങളിലാണുള്ളത്. നിശാന്തിനി IPS ഈ മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്തടക്കം ക്രമീകരണങ്ങൾക്ക് അന്തിമ വിലയിരുത്തൽ പരിശോധനകളൊക്കെ നടത്തുകയാണ്. പ്രത്യേകിച്ച് അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ ഇത് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഉള്ളൂ എന്നുള്ളതാണ്. സാധാരണ പലയിടത്തും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ അത് വളരെ ശക്തമായി തന്നെ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ജനങ്ങൾ, പ്രവർത്തകരുടെ വലിയ തിരക്കുണ്ട്. എന്തായാലും പന്തലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വെയിലൊന്നും കൊള്ളാതെ പ്രവർത്തകർക്ക് ഇത് കാണുന്നതിന്, പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ പ്രസംഗം വീക്ഷിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. വലിയ തിരക്ക് തന്നെയുണ്ട്. സജിത്ത്, തീർച്ചയായും നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ വിലയിരുത്തിയതുപോലെ തന്നെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് അനിൽ ആന്റണി പരിചിതനല്ല എന്നൊരു പരിമിതി BJP നേതാക്കൾ PC ജോർജിനെ പോലുള്ളവർ പോലും ഉയർത്തിയിരുന്നു. പക്ഷെ ആ പരിമിതിയെ മറികടക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു മഹാസമ്മേളനം നടത്തിക്കൊണ്ട് ഈ പ്രവർത്തകർക്കെല്ലാം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സ്വാഭാവികമായും BJP പ്രവർത്തകരെ മാത്രമല്ല, അതിന് പുറത്തുള്ള മനുഷ്യരെ പോലും ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ പ്രസംഗം നടത്തുന്ന ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു പ്രവർത്തകർക്ക് ഒരു ആവേശത്തിന് കുറവുണ്ടെങ്കിൽ ആ ആവേശമെല്ലാം കൊണ്ടുവന്നുകൊണ്ട് അതിലേക്ക്, ഈ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. ഈ സമീപ ജില്ലകളിലെ കോട്ടയം ജില്ലയിൽ അടക്കമുള്ള നേതാക്കളുമൊക്കെ തന്നെ ഇവിടെയുണ്ട്. സംസ്ഥാനത്തെ വിവിധ കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു. 1:15 കൂടിയായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തുക. 1:05 പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപ്പാഡിൽ അദ്ദേഹം ലാൻഡ് ചെയ്യും. അതിനുശേഷം ഏതാണ്ട് 10 മിനിറ്റ് സമയമാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഉള്ളത്. അവിടേക്ക് റോഡ് മാർഗം ഇവിടേക്ക് എത്തും. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം, അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വാഹനവ്യൂഹം ഈ ജില്ലാ സ്റ്റേഡിയത്തിന്റെ സമീപത്തുകൂടി കടന്നു പോകുന്നതും നമ്മൾ കണ്ടു. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. ഇതിനകം തന്നെ വേദിയിലും മറ്റും നേതാക്കളും ഒക്കെ തന്നെ, അതായത് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നേതാക്കളൊക്കെയും കാത്തിരിക്കുന്നുണ്ട്. PC ജോർജ് ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട്. നമ്മൾ കുറച്ചു മുമ്പാണ് PC ജോർജുമായി വളരെ വിശദമായി സംസാരിച്ചത്. അദ്ദേഹം വലിയ പരാതികളൊക്കെ ആദ്യം പറഞ്ഞിരുന്നതാണ്. ആ പരാതികൾക്കൊക്കെ ഒരു ഇപ്പോൾ അത്രത്തോളം പ്രത്യക്ഷമായി വലിയ പരാതികളിലേക്കൊന്നും അദ്ദേഹം എത്തുന്നില്ല. പക്ഷേ എന്തൊക്കെയായിരുന്നാലും ഈ പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ട് നേരിട്ട് പ്രവർത്തനത്തിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതാണ് ആ വേദിയിൽ നിന്നുള്ള സാഹചര്യം. വേദി അവിടെ ഒരുങ്ങിയിരിക്കുന്നു. അവിടെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആ വേദിയിലൊക്കെ ആയിട്ട് PC ജോർജ് അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ പത്തനംതിട്ടയിലെ ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് വേദി ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ എന്നതാണ്. ഈ ദൃശ്യങ്ങൾക്കേറെ പ്രസക്തിയുണ്ട്. PC ജോർജും ഒപ്പം അദ്ദേഹത്തിന് ഒപ്പം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമീപവാസി കൂടിയായ കണ്ണന്താനം, അദ്ദേഹം കൂടിയാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയപരമായി ഇരുചേരിയിൽ നിന്നവരാണ്. പക്ഷേ അവർ BJPക്കൊപ്പം ചേർന്നതോടെ ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നു എന്ന കാഴ്ച കൂടി വരുന്നു എന്നതാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഈ കാഴ്ചയുടെ വ്യത്യസ്തത. എങ്ങനെയാണ് സാഹചര്യങ്ങൾ? എന്തായാലും 1 മണിയോടുകൂടിയേ പ്രധാനമന്ത്രി അവിടേക്ക് എത്തൂ എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
അതാണ് അവിടുത്തെ സാഹചര്യം. രഞ്ജിത്ത് രാമചന്ദ്രൻ